ലഹരിയുടെ കെണി, നിയമപാലകരുടെ കുടുംബങ്ങൾ അപകടത്തിലോ? സമൂഹത്തിൽ ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ ഉറപ്പാക്കേണ്ടവർ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണിയെക്കുറിച്ചുള്ള ഗൗരവതരമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി സർവീസിലുള്ള, പ്രത്യേകിച്ച് 45നും 55നും ഇടയിൽ പ്രായമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഒരു അപായമണി മുഴങ്ങുകയാണ്. ലഹരി മാഫിയകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ പലപ്പോഴും സ്വാർത്ഥ താൽപര്യങ്ങൾക്കോ അശ്രദ്ധക്കോ വേണ്ടി ലഹരിയുടെ ഒഴുക്കിനു നേരെ കണ്ണടയ്ക്കാറുണ്ട്. എന്നാൽ അയൽവീട്ടിലെ തീ എന്റെ വീടിനെ ബാധിക്കില്ല എന്ന ധാരണ എത്രത്തോളം തെറ്റാണെന്ന് കാലം തെളിയിക്കുന്നു. നിങ്ങൾ ഒഴുക്കിവിടാൻ അനുവദിക്കുന്ന ആ ലഹരിപ്പൊതികൾ തിരികെ എത്തുന്നത് സ്വന്തം വീടുകളിലേക്കാണ്. കർഷകൻ എന്ന നിലയിൽ നടത്തിയ നിരീക്ഷണങ്ങളും ലഹരിവിമുക്ത കേന്ദ്രങ്ങളിലെ കണക്കുകളും സൂചിപ്പിക്കുന്നത് ഭയാനകമായ ഒരവസ്ഥയാണ്. 40% നിയമപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മക്കളിൽ ഏകദേശം 40%ഓളം പേർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗത്തിന് അടിമകളാണെന്നത് ഒരു നഗ്നസത്യമാണ്. സുരക്ഷിതത്വബോധം, സ്വന്തം മക്കൾ സുരക്ഷിതരാണെന്ന അമിതവിശ്വാസം ഉദ്യോഗസ്ഥരെ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റുന്നു. സാമൂഹിക പ്രത്യാഘാതം, ലഹരി മാഫിയയെ വളർത്തുന്നവർ വാസ്തവത്തിൽ സ്വന്തം മക്കളുടെ ഭാവിക്ക് മുകളിലാണ് മണ്ണ് വാരിയിടുന്നത്. എന്തുകൊണ്ട് ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ സന്ദർശിക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ഒന്നന്വേഷിച്ചാൽ ബോധ്യമാകുന്നതാണ്. അവിടെ ചികിത്സയിൽ കഴിയുന്ന യുവാക്കളിൽ വലിയൊരു വിഭാഗം ഉയർന്ന ഉദ്യോഗസ്ഥരുടെയോ നിയമപാലകരുടെയോ മക്കളാണെന്ന് കാണാം. മാതാപിതാക്കളുടെ ജോലി തിരക്കും ലഹരി വ്യാപനത്തോടുള്ള അവരുടെ ഉദാസീന മനോഭാവവും മക്കളെ ഈ കെണിയിലേക്ക് തള്ളിവിടുന്നു. ഉദ്യോഗസ്ഥരോട് ഒരു അപേക്ഷ: ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കുക. നിയമം നടപ്പിലാക്കുക എന്നത് നിങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടി സുരക്ഷയാണ്. 1. ജോലി കൃത്യമായി ചെയ്യുക. ലഹരിയുടെ ഉറവിടങ്ങൾ കണ്ടെത്താനും അവ തകർക്കാനും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പ്രവർത്തിക്കുക. 2. കുടുംബത്തിൽ ശ്രദ്ധിക്കുക. മക്കളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. അവരുമായി സമയം ചെലവഴിക്കുക. 3. അലർട്ടാവുക. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വളരുന്ന വിഷം നിങ്ങളുടെ മക്കളെ തേടിവരും എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാകണം.